ഞാൻ കഴിഞ്ഞ ദിവസം അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ചിൻ്റെ റിവ്യൂ, അതായത് ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിൻ്റെ റിവ്യൂ ആയിട്ട് മിക്സ് ചെയ്ത് കണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ചിൻ്റെ അതിനെക്കുറിച്ചാണ്. അത് ആ ഒരു മാച്ചിനെ കുറിച്ചാണ് മെയിനായിട്ട് ഞാൻ വേണ്ടി പറഞ്ഞത്. കാരണം അർജന്റീനയുടെ ഓൾമോസ്റ്റ് എല്ലാ മാച്ചസും ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു മാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സോ ആ ഒരു മാച്ചിൻ്റെ ഇടയിൽ, അതായത് ആ ഒരു മാച്ചിൻ്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായി, ഒരു പ്രോപ്പർ ഡൈവിംഗ് ഉണ്ടായി. അത് എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഡൈവിംഗ് ഉണ്ടായി. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന കളി എന്ന് പറയുന്നത് അർജന്റീനയ്ക്ക് നേരെ എടുത്തു കൊടുത്തു ആ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു ആക്ടിനെ കുറിച്ചും ആ ഒരു ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിനെ കുറിച്ചും, അവിടെ ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേയിൽ ഒരു അനീതി നടന്നു. സോ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. പക്ഷേ ആ വീഡിയോ ഇട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എൻ്റെ കമൻറ്റ് ബോക്സിലും എനിക്ക് വരുന്ന ഇൻബോക്സിലും വരുന്ന തെറിക്ക് കയ്യും കണക്കില്ല, ലിറ്ററലി. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ അവിടെ എവിടെയെങ്കിലും സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അർജന്റീന മാച്ചിൽ ഒരു റഫറിങ് അനീതി അല്ലെങ്കിൽ റഫറി അർജന്റീനക്ക് ഫേവർ ചെയ്തു എന്നോ അർജന്റീന റഫറി കാരണമാണ് അർജന്റീന ജയിച്ചതെന്നോ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ട് ഇറ്റ്സ് സിമുലേഷൻ, അത് പ്രോപ്പർ സിമുലേഷൻ ആണ്, പ്രോപ്പർ ആക്ട് ഓഫ് ഡൈവിംഗ് ആണ്, അല്ലാതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ പ്രോപ്പർ ഡിസേവിംഗ് ആണ് അവിടെ സെക്കൻഡ് ചെയ്യല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, USA വേഴ്സസ് പരാഗ മാച്ച് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ മാച്ചും ലൈവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. USA വേഴ്സസ് പരാഗ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇവരൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പുറത്താവും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസ് ആണ് അധികം ഞാൻ ലൈവായി കാണുക. പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റ്സും ഞാൻ ആ മാച്ചിൻ്റെ കണ്ടില്ല. അല്ലാത്ത മാച്ചസിൻ്റെ ഞാൻ ഹൈലൈറ്റ്സാണ് കണ്ടില്ല, ആ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും ഞാൻ കണ്ടില്ല. സോ ആ ഒരു മാച്ചിൽ അങ്ങനെ ഒരു മിസ്റ്റേക്കിന് ഐഡൻറ്റിറ്റി എന്നുകൊണ്ടുള്ള ഈ ഒരു റൂൾ യൂസ് ചെയ്ത കാര്യം എനിക്കറിയില്ല. സോ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബോക്സിൻ്റെ പുറത്തുനിന്ന്, ഓക്കെ, പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഡൈവ് ചെയ്തതിനൊരു യെല്ലോ കാർഡൊക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ആ ഒരു മാച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് ചിലപ്പോൾ ആ മാച്ചിലായിരിക്കും ആദ്യമായിട്ട് ആ ഒരു റൂള് എടുക്കുന്നത്. ഓക്കെ, പക്ഷേ അതൊരു വെരി റെയർ തിങ് ആണ്. ഇങ്ങനത്തെ ഈ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് തിങ് വിൽ ഹാപ്പൻ വെൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ എടുത്തിട്ട് അപ്പോഴാണ് അർജന്റീന ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ട്രിഗർ ആയത്. ഓക്കെ, റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് തിങ് വിൽ ഹാപ്പൻ വെൻ വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഇറ്റ്സ് എ ക്രേസി തിങ്, ഇറ്റ്സ് മിറാക്കിൾ തിങ്സ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ആ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ റെയർ തിങ്ങുകൾ നടക്കും, അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ഈ ഒരു വാറിൻ്റെ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും റഫറിങ്ങിൻ്റെ തെറ്റായ ഡിസിഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ അർജന്റീന ഓഡിയൻസ് എല്ലാവരും ഇല്ലട്ടോ, ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് മാത്രം എന്തിനാണ് ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആയി വരുന്നതെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. അതിന് ഉത്തരം നിങ്ങൾ തന്നെ പറയാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടോക്കിംഗ് അബൌട്ട് ദ ഇൻകൺസിസ്റ്റൻസി ഓഫ് വാറിൻ്റെ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തോ മറ്റേ റഫറിക്ക് കിട്ടി എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞു. ഇറ്റ്സ് വെരി സർക്കാസ്റ്റിക്, ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ചുറ്റും എല്ലാവരും പറയുന്നത് നമുക്കറിയാം, അർജന്റീനയെ മറ്റേ റഫറി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ആംബിയൻസിൽ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്, അല്ലാതെ അതിൽ സീരിയസ് ആയിട്ട് ഒന്നുമില്ല. വളരെ ആസ് എ റിവ്യൂ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറയുന്ന സമയത്ത് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ച് എന്ന് പറയുന്നൊരു ക്ലീൻ മാച്ചാണ്. അതിൽ പർട്ടിക്കുലർ ഒരു റഫറിങ്ങിൻ്റെ ഒരു റോങ് ഡിസിഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ 1-2 ഡിസിഷൻസ് അല്ലേ, അർജന്റീനൻ്റെ ഫൗളിൻ്റെ സ്വിറ്റ്സർലൻഡിന് വിളിച്ചില്ല, സ്വിറ്റ്സർലൻഡിൻ്റെ ഫൗളിൻ്റെ അർജന്റീനയ്ക്ക് വിളിച്ചില്ല. അങ്ങനെ 1-2 ഫൗൾ, അത് അത്ര ക്രൂഷ്യലൊന്നല്ല, അത് റഫറിയാണ്, ഹ്യൂമൻ എറർ, അങ്ങനത്തത് വരാം. ഈ വാറിലുള്ള ഇൻകൺസിസ്റ്റൻസിയാണ് ഞാൻ മെയിനായിട്ട് ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിൽ ആ ഒരു നോർവേൻ്റെ ഗോൾ കീപ്പർ ഒരു ഗോൾ കിക്ക് അടിച്ച സമയത്ത് കേബിളിമ്മ തട്ടി അത് ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറിൻ്റെ ആ ഒരു ഗോർഡൻ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ കയ്യിൽ കിട്ടി. ആ ബോളാണ് പിന്നെ ബെല്ലിംഗ്ഹാമോട് ഗോൾ സ്കോർ ചെയ്തത്. അങ്ങനെ ഒരു സാധനം റഫറി വാർ ചെക്ക് ചെയ്തില്ല. അതൊക്കെ ബോളിൽ സെൻസറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ മാച്ചിൽ ഒരുത്തൻ്റെ തലമ്മ തട്ടി എന്ന് പറഞ്ഞ സ്പൈക്ക് കാണിച്ചിട്ട് ഇവിടെ ഓഫ് സൈഡ് കൊടുത്ത ആളാണ്, സെൻസറും എല്ലാം ചെക്ക് ചെയ്ത്. ഇപ്പം എന്ത് ആ ബോളിൻ്റെ സെൻസറൊക്കെ അടിച്ചു പോയോ? അപ്പോൾ അത്രയും സെൻസർ, ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഈ ഒരു കാലത്ത് ആ ഒരു സാധനം തട്ടിയിട്ട് വാറിൻ്റെ ടീം എന്തുകൊണ്ട്, നിങ്ങളെല്ലാവരും പറയുന്ന മറ്റേ ഇന്നിയർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ റഫറി വാർ ചെക്ക് ചെയ്യുള്ളൂ എന്നാണല്ലോ. എന്തുകൊണ്ട് വാർ ടീം അവിടെ ഇന്നിയർ ചെക്ക് ചെയ്യുന്നില്ല? പക്ഷേ മറ്റേ കാര്യം, അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ചിൽ മിഡിൽ ഓഫ് ദ പിച്ച് അവിടെ ഡൈവിങ് നടന്ന സമയത്ത് വാർ ടീം കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുത്തു. ഞാൻ വാർ ടീമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അപ്പം എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ട് രണ്ട് റഫറിമാരല്ലേ, പക്ഷേ രണ്ട് റഫറിമാരാണ്. ഇവർ ഫോളോ ചെയ്യുന്ന റൂൾസ് രണ്ടും സെയിം അല്ലേ, വേൾഡ് കപ്പിൽ സെയിം സാധനം തന്നെയല്ലേ. അപ്പോൾ വാറിൻ്റെ തെറ്റല്ലേ അത്? അവരിങ്ങനൊരു സാധനം, അത്രയും വലിയൊരു പ്രയോറിറ്റി ഉള്ള നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിൽ ഇങ്ങനൊരു പരിപാടി നടന്നിട്ട് ഈ ഒരു സാധനത്തിന് കൊടുത്തു. അത്ര അധികം പ്രയോറിറ്റി ഇല്ലാത്ത, കമ്പാരിറ്റീവ്ലി അത്രയും വലിയൊരു ടെക്നിക്കൽ എറർ നടന്നിട്ട് അത്രയധികം പ്രയോറിറ്റി ഇല്ലാത്ത ഈ ഒരു ഇൻസിഡൻറ്റിന് വാർ ടീം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു. പക്ഷേ അവിടെ വാർ ടീം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ല. വൈ? ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ ഒരു ഇൻസിഡൻറ്റ് എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലെയർ അവിടെ ഡൈവിങ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഡൈവ് ചെയ്തിട്ട് അവൻ പ്രോപ്പർ യെല്ലോ കാർഡാണ്. ആ മാണ്ടൻ അവൻ സ്വിറ്റ്സർലൻഡിനെതിരെ, ഒരിക്കലും ആ ഒരു പ്ലെയറിന് അങ്ങനെ പറയാൻ പാടില്ല. ആ എംബോളോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ സ്വിറ്റ്സർലൻഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന കളി ഓപ്പോസിറ്റ് ടീമിന് എടുത്തു കൊടുത്തു. ഗ്രാൻഡ് സാക്കൊക്കെ അത് കഴിഞ്ഞ് വന്ന് പറയുന്നത് കേട്ടില്ല നിങ്ങൾ? 72ാമത്തെ മിനിറ്റ് വരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കളി വന്നത് ആ റെഡ് കാർഡാണ് കംപ്ലീറ്റ്ലി ആ ഒരു മാച്ചിനെ തന്നെ ഡിസൈഡ് ചെയ്തത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു വാറിൻ്റെ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. കാരണം ഈ 2 മാച്ചല്ലേ കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പോൾ ആ ഒരു അതിലല്ലേ 2 പർട്ടിക്കുലർ ഇൻസിഡൻസ് വാർ ചെക്ക് ചെയ്തത് എനിക്ക് പറയാൻ പറ്റൂ. വേറെ പഴയ മാച്ചസ് ഒക്കെ എടുത്ത് പറയണോ എന്തിന്? അപ്പോൾ വാറിൻ്റെ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ച് 2 ദിവസം മുമ്പ് വരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. സോ ആ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞേക്കുന്നത് വീണ്ടും ഈ ഒരു വാർ ചെക്കിങ് ഇൻകൺസിസ്റ്റൻസി അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു അർജന്റീനനെ റഫറി സഹായിച്ചു എന്നോ ഒന്നുമില്ല. ഈജിപ്ത് വേഴ്സസ് അർജന്റീന മാച്ചിൽ പ്രോപ്പർ ഇൻജസ്റ്റിസ് നടന്നു എന്നുള്ള കാര്യം ഞാൻ എൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അർജന്റീന മാച്ചിൽ അങ്ങനെ ഒരു ഇൻജസ്റ്റിസ് നടന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചിലാണ് അവിടെ ഒരു ഇൻജസ്റ്റിസ് നടന്നു, നോർവേക്ക് ഒരു ഇൻജസ്റ്റിസ് നടന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയും ചെയ്തു. അതാണ് പറഞ്ഞത്. ഈ 2 ഇൻസിഡൻസ് നമ്മൾ കമ്പയർ ചെയ്തും അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മാച്ചിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇങ്ങനെ എന്തെങ്കിലും ഈ ഇൻകൺസിസ്റ്റൻസി ഓഫ് വാർ റഫറിങ് എന്ന് പറയുമ്പോൾ അർജന്റീന ഓഡിയൻസ് ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ അതൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ്? എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒന്ന് വെറുതെ കുറച്ച് തെറി കേട്ട് അതപ്പം ഞാൻ ചെയ്ത കാര്യം കുഴപ്പമില്ല, അതങ്ങനെ. പിന്നെ കുറേ ആൾക്കാർ എന്നോട് നീ റീച്ചിനല്ലേ ഇതൊക്കെ പറയുന്നത്. എടാ, ഫുട്ബോളിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം തന്നെ റീച്ചിനാണ്. റീച്ച് ഇല്ലെങ്കിൽ നമുക്കിവിടെ എക്സിസ്റ്റൻസ് ഇല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. വെറുതെ വന്ന് ആരെയും കാണൂ. അപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് എൻ്റർടൈൻഡ് ആവുന്ന രീതിയിൽ കുറച്ച് അങ്ങനത്തെ വീഡിയോസേ നമ്മൾ ഇടുള്ളൂ. റീച്ച് എന്ന് പറയുന്ന സാധനം ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഭാഗമാണ്. എല്ലാവരും അതിനാണ് ചെയ്യുന്നത്. ഓക്കെ, റീച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ അത്രയും വലിയ നന്മമാരങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അതായത് ഒരാൾ പോലും ഇല്ല. ബാക്കിയുള്ള കോണ്ടന്റ് ഏത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും റീച്ച് വേണം. പക്ഷേ അത് നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അർജന്റീന റഫറി സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഈജിപ്ത് വേഴ്സസ് അർജന്റീന മാച്ചിൽ ഒരു ഇൻജസ്റ്റിസ് നടന്നു എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ ഒപ്പീനിയൻ. അതാണ് എൻ്റെ നിലപാട്. ഞാൻ അതിൽ തന്നെ ഉറച്ചു വെക്കുന്നു. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു വെക്കുന്നു. ഞാനതിൽ നിന്ന് ഒരു പടി പോലും മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് എനിക്കൊരു ഈ വാറിൻ്റെ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. വാറിൻ്റെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ ഒരു സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ചെറിയ ഫോളിന് വരെ ഡിസലോ ചെയ്ത് കൊടുക്കുക. പക്ഷേ ചിലതൊന്നും വാർ ചെക്ക് ചെയ്യാൻ പോലും റഫറി തയ്യാറാവുന്നില്ല. വാർ ടീം പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല. അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഈ ഒരു വേൾഡ് കപ്പിൽ നടക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്തായാലും ഇനി എന്താവും എന്നുള്ളത്. ഇനി എൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.